റഷീദ് പാനൂർ വീണ്ടും ABC ഫ്ലോറിൽ വരുന്നു. അദ്ദേഹത്തിന് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് റഷീദ് പാനൂർ നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. പലപ്പോഴും ആ വിഷയത്തിന്റെ ഈ ആന്തരികമായ വേദനകളെ കുറിച്ച് പലർക്കും, മലയാളികളായ പലർക്കും പലപ്പോഴും ഗൗരവമായിട്ട് അറിയില്ല. അത് പുറമേയുള്ളവർക്ക് ഒരു ആഘോഷ കാഴ്ച മാത്രമാണ്. അകത്തുള്ളവർക്കാണ് അതിന്റെ വൈരുദ്ധ്യങ്ങളും വേദനകളും മനസ്സിലാവുക. വിഷയം UGC ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്നൊരു സ്ഥാപനമുണ്ട്. അതാണ് ഇന്ത്യയിലെ കോളേജ് വിദ്യാഭ്യാസത്തെ ഏകീകരിക്കുന്ന, അതിന്റെ സകലമാന പരിഷ്കാരങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഒരു സ്ഥാപനം. നമ്മളിപ്പോ UGC എന്ന് മലയാളി കേൾക്കാൻ തുടങ്ങിയത് UGC നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ പരിഷ്കാരങ്ങൾ വരുത്തുന്നു എന്നറിയുമ്പോഴല്ല. നമ്മൾ UGC എന്ന് കേൾക്കാൻ തുടങ്ങിയത് നമ്മുടെ നാട്ടിലെ കോളേജ് അധ്യാപകർക്ക് UGC സ്കെയില് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ്. അതുകൊണ്ട് UGC എന്ന് കേട്ടാൽ മലയാളിക്ക് ഒരു സ്കെയിലിന്റെ പേരാണ്, ശമ്പള സ്കെയിലിന്റെ പേരാണ്. യഥാർത്ഥത്തിൽ അതിനകത്ത് നടക്കുന്നത് വലിയ അരുതായ്മകളും വലിയ വൈരുദ്ധ്യങ്ങളുമാണ്. ഇപ്പോ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് +2 ഹയർ അധ്യാപകന് പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഉന്നതമായ വിജയം നേടിയതിനു ശേഷം ഒരു സെറ്റ് വേണം. സെറ്റ് എന്നാണ് ആ യോഗ്യതാ പരീക്ഷയുടെ പേര്. ആകെ ഒരു വ്യത്യാസമുള്ളത്, സെറ്റിന് പകരം നെറ്റ് നേടിയാൽ കോളേജ് അധ്യാപകനാകാം. പക്ഷേ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും ഈ ഒരു പരീക്ഷയുടെ മാത്രം, ഒരു മത്സര പരീക്ഷയുടെ ഒരു പരീക്ഷ, യോഗ്യതാ പരീക്ഷയുടെ മാത്രം വ്യത്യാസമുള്ള നെറ്റും തമ്മിൽ അധ്യാപകരായി തീരുമ്പോൾ ഉണ്ടാകുന്ന ശമ്പള വർധനവ്, ശമ്പളത്തിലുള്ള വ്യത്യാസം വളരെ ഭീമമാണ്, ഭീകരമാണ്. അതിന്റെ വൈരുദ്ധ്യം ആ കോളേജ് അധ്യാപകർക്കിടയിലുണ്ട്. മാത്രമല്ല, ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ അധ്യാപകനും ഒരു കോളേജ് അധ്യാപകനും തമ്മിലുള്ള ജോലിയിലെ അന്തരം, ജോലി ഭാരം എന്തുമാത്രം വ്യത്യാസം, എന്തുമാത്രം കുറവ് വരുന്നു എന്നും ആരും പരിശോധിക്കാറില്ല. കോളേജ് അധ്യാപകരുടെ ജോലി ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെ അവർ പറയുമായിരിക്കും. പക്ഷെ ജോലി ഭാരം വളരെ വളരെ ഗണ്യമായി കുറയുകയും ശമ്പളത്തിൽ വലിയ വർധനവുണ്ടാവുകയും ചെയ്യുന്ന ഒരു അന്തരം നമ്മുടെ അധ്യാപക സമൂഹത്തിനിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് പൊതുജനങ്ങൾ വേണ്ടത്ര അറിയാറില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയാവുന്ന, ആ വേദനകൾ എത്രയോ കാലമായിട്ട് പറയുകയും എഴുതുകയും ചെയ്യുന്ന ഡോക്ടർ റഷീദ് പാനൂർ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. റഷീദ് സാർ, അങ്ങേക്ക് ആരംഭിക്കാം. ഞാനൊരു പൊള്ളുന്ന യാഥാർത്ഥ്യം എൻ്റെ വീട്ടിലും എൻ്റെ മകളും ഒക്കെ അനുഭവിച്ചൊരു യാഥാർത്ഥ്യം പങ്കിട്ടുകൊണ്ട് ഈ സബ്ജക്റ്റിലേക്ക് കിടക്കാം. എൻ്റെ മകൾ ഗ്രാജുവേഷൻ സയൻസിൽ ചെയ്തത് കണ്ണൂർ ജില്ലയിലെ അതിപ്രശസ്തമായ ഗവൺമെന്റ് എയ്ഡഡ് കോളേജായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ നിന്നാണ്. BSc ബോട്ടണിയിൽ 82% വാങ്ങിയ മകൾക്ക് കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് കോളേജിലോ ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലോ 82% കൊണ്ട് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അവൾ പോകേണ്ടത് സെൽഫ് ഫൈനാൻസ് കോളേജുകളിലാണ്. അപ്പൊ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലെ ബോട്ടണിയിലെ ടീച്ചേഴ്സ് പറഞ്ഞു, 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, കോയമ്പത്തൂർ അമൃതയിൽ കിട്ടാൻ 82% മതി. ഇനി നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ പഠിക്കണമെന്നുണ്ട് എങ്കിൽ കോട്ടയം ഭാഗത്തുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന 3 കോളേജുകൾ, ഫാത്തിമാത കോളേജ്, ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജ്, CMS കോളേജ് കോട്ടയം, ബ്രിട്ടീഷുകാരുടെ കാലത്തെയുള്ള ഈ കോളേജുകളിലെ ക്യാമ്പസിലുള്ള സെൽഫ് ഫൈനാൻസിൽ മാത്തമാറ്റിക്സ് ഒഴികെയുള്ള എല്ലാ PG കോഴ്സുകളും ഉണ്ട്. ഒരു വാക്യം കൂടി അവർ പറഞ്ഞു, അവിടുത്തെ റെഗുലറിനെക്കാളും മികച്ച രീതിയിലാണ് ഈ ക്യാമ്പസുകളിൽ സെൽഫ് ഫൈനാൻസ് ഫങ്ഷൻ ചെയ്യുന്നത്. ഞാൻ മകളോട് പറഞ്ഞു 3 സ്ഥലത്തും അപ്ലൈ ചെയ്യാം. അങ്ങനെ അവൾക്കൊടുവിൽ കിട്ടിയത് ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജ്, മല്ലപ്പള്ളി, തുരുത്തിക്കാട്. ഞാൻ അവിടെ കൊണ്ടുപോയി ചേർത്തു. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിക്ക് ക്ലാസ് എടുക്കുന്ന 3 ലേഡി ടീച്ചേഴ്സ്, അതിൽ 2 പേര് PhD ഹോൾഡേഴ്സ് ആണ്. ഒരു കുട്ടി PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 3-ൽ 2 കുട്ടികളും അവിടെ റെഗുലർലി PG ചെയ്തവരുമാണ്. അപ്പൊ അവര് പറഞ്ഞു, നാട്ടിലെത്തിയാൽ സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. പത്രങ്ങളിലും എവിടെയൊക്കെ എഡ്യൂക്കേഷണൽ സെമിനാറിൽ പങ്കെടുക്കുന്നു എങ്കിൽ ഞങ്ങളുടെ വേദനകളൊന്നും അവരുമായിട്ട് ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. കാരണം ഇത്രയും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആള്, ഇവിടുത്തെ റെഗുലറിനെക്കാളും മികച്ച റിസൾട്ടാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ 12,000 രൂപയായിരിക്കും കിട്ടുന്നുണ്ട്. അതെ സർ, ഇതേ ക്യാമ്പസിൽ മോർ ദാൻ 2 lakhs. തൊട്ടടുത്ത് അതേ മാനേജ്മെന്റ് തുടങ്ങിയ സെൽഫ് ഫൈനാൻസിൽ വെറും 12,000 രൂപയും. ഞാൻ അവിടുത്തെ അന്നത്തെ
ആ വളരെ ഭീകരമായ അന്തരമാണല്ലോ സർ. ഒരേ ക്യാമ്പസിൽ ഒരേ കോഴ്സിൽ പഠിപ്പിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഈ അന്തരം വല്ലാത്ത വേദന തന്നെയാണ്, ഞെട്ടിക്കുന്ന അന്തരമാണ്. പറയൂ സർ. ഞാൻ ഈ കാര്യം നമ്മൾ കോഴിക്കോടുള്ള ആ ഇടതുപക്ഷത്തിന്റെ സെമിനാറുകളിൽ സാധാരണ അഡ്രസ് ചെയ്ത മലയാള അധ്യാപകനെ റിട്ടയർ ചെയ്ത ഡോക്ടർ ആസാദോട് പറഞ്ഞു. ആസാദ് പറഞ്ഞു, ഈ വിഷയം എനിക്കറിയാം, ഞാനിത് പലപ്പോഴും പല സ്ഥലത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ പ്രിൻസിപ്പലെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോട്ടയം നഗരത്തിലെ അറിയപ്പെടുന്ന സമാന്തര കോളേജുകളിൽ MSc മാത്സിന് കുട്ടികൾ പോകുന്നു, അവരിവിടെ വരാറില്ല. കാരണം സമാന്തര കോളേജുകളിൽ അവർക്ക് കുറെ കൂടി ഫ്രീ ആണ്. അത് മാത്രമല്ല, അവിടെ 50,000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. സമാന്തര കോളേജുകളിൽ ഒരു ക്ലാസ്സിൽ 50, 60, 70 കുട്ടികളെ ചിലപ്പോൾ PGക്ക് ഇരുത്തിയെന്ന് വരാം. ഇവിടെ ഇപ്പൊ യൂണിവേഴ്സിറ്റി പറയുന്നത് 16 കുട്ടികൾ. അത് മാത്രമല്ല, ഇതിന്റെ ഫീസ് ഇത്രയേ വാങ്ങിക്കൊള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി പറയും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ കുട്ടികൾ ഇപ്പം 16, 20, 25 ആയാലും ഒരു കുഴപ്പവും വരാനില്ല. രണ്ടാമത് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ ഉയർത്തുക. കാരണം ഈ റെഗുലർ കോളേജ് പഠിക്കുന്ന കുട്ടികളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും ഇവരോട് സിമ്പതിയുണ്ട്. മാഷൊരു കാര്യം ചെയ്തു, ഇവിടുത്തെ MSc റെഗുലർ കോളേജിന്റെ ആ ലെക്ചേഴ്സിനെ ഒന്ന് പോയി കാണും. ഞാൻ അവരുമായി കണ്ട് നേരം സംസാരിച്ചപ്പോൾ അവർ ഒരു കാര്യം സമ്മതിച്ചു, ഞങ്ങളൊക്കെ 1.5, 2, 2.25 വാങ്ങുന്നവരാണ്, പക്ഷെ അധ്വാനിക്കുന്നതും ആ റിസൾട്ട് ഉണ്ടാക്കുന്ന ഈ സെൽഫ് ഫൈനാൻസിലെ മിടുക്കികളാണ്. അതുകൊണ്ട് മാഷ് ഭാഗ്യത്തിനാണ് സെൽഫ് ഫൈനാൻസിലെത്തി എന്ന് ആലോചിക്കുക. അതുമല്ല, ഒരേ ഈക്വൽ സർട്ടിഫിക്കറ്റ് ആണ് വിതരണം ചെയ്യുന്നത്. ആ സർട്ടിഫിക്കറ്റിൽ എവിടെയും സെൽഫ് ഫൈനാൻസ് എന്നോ റെഗുലർ മെൻഷൻ ചെയ്യുന്നില്ല. അങ്ങനെ മകളുടെ 3rd റാങ്കോട് കൂടിയാണ് പാസ്സാകുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് ഞാനൊരു ലേഖനം എഴുതി മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ കൊടുത്തു. അവരത് 2-3 മാസം കഴിഞ്ഞിട്ടും കൊടുക്കാതിരുന്നപ്പോൾ ഞാനത് പരിചയമുള്ള ഒരാളെ കൊണ്ട് ചന്ദ്രിക പത്രത്തിന്റെ എഡിറ്റോറിയലിൽ പബ്ലിഷ് ചെയ്തു. അതിന്റെ 10-20 കോപ്പി എടുത്ത് നമ്മുടെ ശൈലജ ടീച്ചർക്ക് കൊടുത്തു. ആ ഒരു കല്യാണ വീട്ടിൽ ഞാൻ പോയി ടീച്ചറെ കണ്ടു. ടീച്ചർ എന്നെ നല്ല നിലയിൽ സ്വീകരിച്ചു. അപ്പൊ തന്നെ അത് വായിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, ടീച്ചറുടെ ധാരണ 25,000 ആണ് എന്നാണ്. ഞാൻ പറഞ്ഞത് ഗസ്റ്റ് ലെക്ചേഴ്സിനാണ്. അയ്യോ, ഇത് ഷോക്കിംഗ് ആണല്ലോ മാഷേ എന്ന് പറഞ്ഞു. അവരോടനെ PEയോട് ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഞാനങ്ങനെ KT ജലീലിനെ ഒരു കോപ്പി ഇമെയിൽ അയച്ചു കൊടുത്തു. പക്ഷേ ഫലമൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിതിവിടെ മെൻഷൻ ചെയ്യുന്നത് UGCയും ഇതും തമ്മിലുള്ള ഭീകരമായ അന്തരത്തെ കുറിച്ച് പറയണം. അല്ല സർ, ഒരു സെക്കൻഡ്. KT ജലീൽ സാറ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി ആയിരുന്ന കാലത്താണോ അയച്ചത്, അതോ അതിനുശേഷമാണോ? ആയിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്താണ് അയച്ചത്. അത് മാത്രമല്ല, ജലീൽ സാറിന്റെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിലുള്ള ഒരാള്, മുക്കത്തുള്ള എന്റെ ജ്യേഷ്ഠൻ ആലിശ്ശേരി അബ്ദുള്ള മാഷ്, പഴയ സോഷ്യലിസ്റ്റ് നേതാവ്, അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് പരിചയമുള്ള ഒരാൾ ജലീലിന്റെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഇതിന്റെ ഒരു കോപ്പി കൊടുത്തിരുന്നു. പക്ഷേ ഇതൊക്കെ സെൽഫ് ഫൈനാൻസ് മുഴുവൻ സാധാരണ നമ്മളെ പൊതുജനങ്ങൾക്ക് ഇതിനകത്തൊരു ക്ലാരിറ്റി വരാൻ വേണ്ടി പ്രാഥമികമായ ചില വിവരങ്ങൾ കൂടി സാറിന് ചോദിച്ചറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടിയല്ല, പ്രേക്ഷകർക്ക് വേണ്ടി. നമ്മുടെ നാട്ടിൽ ഇപ്പൊ 4 തരം കോളേജ് സംവിധാനം നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന് സർക്കാർ കോളേജുകൾ, ഗവൺമെന്റ് കോളേജുകൾ. 2 എയ്ഡഡ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അംഗീകൃത പ്രൈവറ്റ് കോളേജുകൾ. മൂന്നാമത്തേത് സർക്കാർ ഗവൺമെന്റ് കോളേജുകളിലും അഥവാ യൂണിവേഴ്സിറ്റികളിലും ഗവൺമെന്റ് കോളേജുകളിലും അതോടൊപ്പം സർക്കാരിന്റെ അംഗീകൃത കോളേജുകളായ എയ്ഡഡ് കോളേജുകളിലും ഒരുപോലെ നടക്കുന്ന സെൽഫ് ഫൈനാൻസിങ് കോഴ്സുകൾ, സെൽഫ് ഫൈനാൻസിങ് ഡിഗ്രികൾ അല്ലെങ്കിൽ PGകൾ. ഇത് 3. നാലാമത്തേതാണ് സാറ് പറഞ്ഞ പാരലൽ കോളേജുകൾ അല്ലെങ്കിൽ സമാന്തര കോളേജുകൾ. സാർ ഇപ്പൊ പറഞ്ഞു വരുന്നത്, ഈ സർക്കാർ കോളേജിലും എയ്ഡഡ് കോളേജുകളിലും UGC സ്കെയിൽ അനുസരിച്ച് 2 ലക്ഷം രൂപ മുതൽ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നു ആവറേജ്, ശരാശരി 2 അധ്യാപകർ. അതേ സമയത്ത് പാരലൽ കോളേജിൽ നിന്ന് നോമിനലായ ന്യായമായ ഫീസ് വാങ്ങിച്ച് നടത്തുന്ന സാധാരണക്കാരായ കമ്മിറ്റഡ് ആയ അധ്യാപകർ നടത്തുന്ന ഈ പാരലൽ കോളേജുകളിൽ ചെറിയ ഫീസ് വാങ്ങിച്ചിട്ടാണെങ്കിലും സാമാന്യം ഭേദപ്പെട്ട സാലറി പാരലൽ കോളേജ് അധ്യാപകർക്ക് കിട്ടുന്നു. അവരെക്കാൾ എന്നാൽ വലിയ ഫീസ് വാങ്ങുന്ന, സർക്കാരിന്റെ തന്നെ അംഗീകാരത്തോടെ വലിയ ഫീസ് വാങ്ങുന്ന ഈ നമ്മുടെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ പാരലൽ കോളേജുകളുടെ പോലും ശമ്പളം കൊടുക്കാതെ എല്ലാ യോഗ്യതയും കഴിവുമുള്ള കോളേജ് അധ്യാപകർ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയും നാമമാത്രമായ ശമ്പളം വാങ്ങുകയും ചെയ്യുന്ന ഒരു വലിയ ദുരിതാവസ്ഥ നിലനിൽക്കുന്നു എന്നാണല്ലോ ഈ സാറ് പറഞ്ഞതിന്റെ ചുരുക്കം.
ആണ്. യെസ്, ഇനി പറയൂ സർ. ഇനി പൊതുജനങ്ങൾക്ക് അറിയാതൊരു വസ്തുത ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറയാം. യെസ്. അതായത് കോഴിക്കോട് നഗരത്തിൽ ഗവൺമെന്റ് ആർട്സ് കോളേജ് ഉണ്ട്. കോഴിക്കോട് കേരളത്തിൽ അറിയപ്പെടുന്ന 4 എയ്ഡഡ് കോളേജുകളുണ്ട്. കോഴിക്കോട് നഗരത്തിലെ രക്ഷിതാക്കൾ ആഗ്രഹിക്കുക പ്രോവിഡൻസിൽ കിട്ടുമോ, ദേവഗിരി കോളേജ് കിട്ടുമോ, മലബാർ ക്രിസ്ത്യൻ കോളേജിൽ കിട്ടുമോ, തൊട്ടടുത്ത് ഫറൂഖിൽ കിട്ടുമോ, ഗുരുവായൂരപ്പനിൽ കിട്ടുമോ എന്നാണ്. നമ്മുടെ കാരശ്ശേരി മാഷ് പോലും ഒരു കാലഘട്ടത്തിലെ ഗവൺമെന്റ് ആർട്സ് കോളേജിന്റെ ഡിപ്ലോറബിൾ ആയ പരിതാപകരമായ അവസ്ഥയിലേക്ക് ആ കോളേജിനെ നയിച്ചത് അവിടുത്തെ കോളേജ് ലെക്ചേഴ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് അവര് ക്ലാസ്സിൽ പോകുന്നതിൽ കാണിക്കുന്ന അലംഭാവവും, അതായത് ആരാന്റെ വിളയിൽ പശുക്കളെ കണ്ടതുപോലെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് രംഗം മാറി. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർക്ക് 20 കൊല്ലം സർവീസ്. ഞാനിത് സ്ട്രെസ് ചെയ്ത് പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കാർഡിയോ സർജന് 20 കൊല്ലം സർവീസ്, അല്ലെങ്കിൽ ന്യൂറോ സർജന്, അല്ലെങ്കിൽ ഓർത്തോപീഡിയക് സർജന്, അല്ലെങ്കിൽ പ്രൊഫസർക്ക് പൈസ കൊടുത്തു ചേരുന്ന എയ്ഡഡ് കോളേജിലെ അധ്യാപകന് 20 കൊല്ലം സർവീസ്. ഒരേ എമൗണ്ട് ആണ് കൊടുക്കുന്നത്. അതായത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് വന്ന 6th പേ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർമാർക്കും റെഗുലർ കോളേജിൽ ഇൻക്ലൂഡിംഗ് എയ്ഡഡ് കോളേജ് ഇവരുടെ സ്കെയിലിന് ഏകീകരണം നടത്തി. ഇതിന് മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സ് വല്ലാതെ ക്ഷോഭിച്ചിരുന്നു. അതായത് ഇന്ന് 1 കോടി വരെ ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് കണ്ണൂർ SM കോളേജിലോ പാനൂരിലുള്ള കല്ലിക്കണ്ടി കോളേജിലോ മറ്റേതെങ്കിലും എയ്ഡഡ് കോളേജിലോ ചേരുന്ന ഒരു അധ്യാപകന് 10 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന അതേ പൈസ തന്നെയാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒരു പ്രൊഫസർക്ക് സർവീസ് ഒന്നാണെങ്കിൽ ഇതേ പൈസയാണ് IAS ഉദ്യോഗസ്ഥന് കിട്ടുന്നത്. അപ്പൊ UGCയുടെ പണം എന്ന് പറയുമ്പോൾ അത് ബൈബിളിലും ഖുറാനിലും പറയുന്ന സങ്കല്പത്തിലെ 7 ആകാശത്തിനും മുകളിലാണ്. യെസ് സർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ UGC സ്കെയില് കിട്ടി തുടങ്ങിയപ്പോൾ നമ്മുടെ കോളേജ് അധ്യാപകരുടെ ജീവിത നിലവാരം വലിയ ആഡംബരപൂർണമായ ഒരു നിലവാരത്തിലേക്ക്, അവരുടെ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ നിലവാരവും കൂടിയിട്ടുണ്ട്, അവരുടെ സ്ത്രീധനം കൂടിയിട്ടുണ്ട്, അവര് കോഴപ്പണം കൊടുക്കുന്ന മാനേജർമാർ തടിച്ചു കൊഴുക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള നിലവാരം നമ്മുടെ അധ്യയന നിലവാരത്തിൽ, വിദ്യാഭ്യാസ നിലവാരത്തിൽ, കുട്ടികൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ എന്തുമാത്രം സാധ്യമായിട്ടുണ്ട്? ഈ വിഷയം പറയുമ്പോൾ നമ്മൾ ഒരല്പം പിറകോട്ട് പോകണം. അതായത് ഈ 5 വർഷം ഞാൻ ഗവൺമെന്റ് മടപ്പള്ളി കോളേജിൽ 2 വർഷം പ്രീ ഡിഗ്രിയും 3 വർഷം ഡിഗ്രിയും ചെയ്തിരുന്നു. ഈ കാലയളവിൽ ഞാൻ മടപ്പള്ളി കോളേജിൽ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് 84-ലാണ്. ഈ കാലത്ത് തന്നെയാണ് നമ്മൾ VR സുധീഷും മരിച്ചുപോയ M സുധാകരനൊക്കെ ക്യാമ്പസിലുണ്ടായിരുന്നത്. അന്ന് ഈ കാലഘട്ടത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ വേണ്ട ടീച്ചേഴ്സിന്റെ കാൽഭാഗം പോലും ഉണ്ടാകാറില്ല. അന്നത്തെ നിയമം അനുസരിച്ച് ആ കോളേജിൽ വരുന്ന ഒരാൾക്ക് ഏത് സമയത്തും അയാൾക്ക് കോളേജ് മാറിപ്പോകാം. എയ്ഡഡ് കോളേജിൽ ഒരു അധ്യാപകൻ അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ പറയുന്ന പോയിന്റ് അതല്ല. ഈ കാലത്ത് പ്രീ ഡിഗ്രിക്ക് 25% കുട്ടികളെയാണ് ഗവൺമെന്റ് കോളേജും ഗവൺമെന്റ് എയ്ഡഡ് കോളേജിനും സ്വീകരിക്കാൻ പറ്റിയത്. അത്രയും സീറ്റുകളെ ഉണ്ടായിട്ടുള്ളൂ. 75% കുട്ടികളും അന്ന് പ്രീ ഡിഗ്രി ചെയ്തത് സമാന്തര കോളേജ് വഴിയാണ്. വടകര നഗരത്തിൽ മാത്രം 7-8 സമാന്തര കോളേജുകൾ. തലശ്ശേരി നഗരത്തിൽ പാട്യം ഗോപാലിന്റെ ജ്യേഷ്ഠൻ നടത്തിയ പാട്യംസ് പോലെ 5000 കുട്ടികൾ പഠിക്കുന്ന വലിയ സമാന്തര കോളേജുകൾ. ഇനി ഒരു അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ഫാക്ട് പറയാം. ഞാൻ ഡിഗ്രിക്ക് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മെയിനിന് ഫസ്റ്റ് ഇയറിന് 24 കുട്ടികൾ വന്നപ്പോൾ അതിലെ 18 കുട്ടികളും പ്രീ ഡിഗ്രി സമാന്തരത്തിൽ പഠിച്ചവരാണ്. അത് തെളിയിക്കുന്നത് SSLC മാർക്കില്ലാതെ കുട്ടികൾ സമാന്തരത്തിലേക്ക് പോകും. തീർച്ചയായിട്ടും മലബാറിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയിൽ ഒരു പക്ഷേ നമ്മുടെ സർക്കാർ എയ്ഡഡ് കോളേജുകളെക്കാൾ പങ്കുവഹിച്ചത് തീർച്ചയായിട്ടും സമാന്തര കോളേജുകളായിട്ട് പറയേണ്ടി വരും, അല്ലേ? തീർച്ചയായിട്ടും. ഇനി മറ്റൊന്ന്, ഡോക്ടർ K അയ്യപ്പ പണിക്കർ, VC ശ്രീജൻ, R വിശ്വനാഥൻ, തലശ്ശേരി MV രാധാകൃഷ്ണൻ, ഇവരൊക്കെ പ്രഗത്ഭരായ ഇന്റലക്ച്വൽസ് എല്ലാം ആദ്യം കത്തിക്ക് മൂർച്ച കൂട്ടിയത് സമാന്തര കോളേജിൽ നിന്നാണ്. മറ്റൊരു വസ്തുത കൂടി നമ്മളെ സമൂഹം അറിയാത്തത്, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും കണ്ണൂർ SM കോളേജിലും ഒക്കെ പഠിക്കുന്ന ധാരാളം കുട്ടികളെ ശനിയും ഞായറും ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റെഗുലർ കോളേജിലേക്ക് പോകുന്ന കുട്ടികളിൽ ഒരു 80%ഉം പ്രീ ഡിഗ്രി ഇംഗ്ലീഷ് പാസ്സാകാനും മാത്തമാറ്റിക്സ് എടുത്ത കുട്ടികൾക്ക് മാത്തമാറ്റിക്സിന്റെ ട്യൂഷനും BSc കെമിസ്ട്രിയുടെ ട്യൂഷനും വലിയൊരു ഭാഗം കുട്ടികളെ റിസൾട്ട് ഉയർത്തിയത് ഈ കാലത്തും ആ കാലത്തും സമാന്തര സ്ഥാപനങ്ങളാണ്.
ഓക്കെ. പക്ഷെ സമാന്തര സ്ഥാപനങ്ങളെ കുറിച്ചുള്ള നമ്മുടെ വേവലാതി, ഇപ്പൊ സമാന്തര സ്ഥാപനങ്ങൾ ഏതാണ്ട് വലിയ പ്രതിസന്ധിയിലാണ്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന് നമ്മുടെ ഈ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ വിദൂര വിദ്യാഭ്യാസ എന്ന് പറയുന്ന ഒരു വലിയ വകുപ്പ് തുടങ്ങിയതോടുകൂടി സമാന്തര സ്ഥാപനങ്ങളുടെ നില പരുങ്ങലിലായി. രണ്ട്, ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഒരു സർവകലാശാല വന്നപ്പോൾ അത് വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമായി നമ്മുടെ ഇഗ്നോയുടെ ഒരു മാതൃകയിൽ വന്നപ്പോൾ അതും സമാന്തര സ്ഥാപനങ്ങളെ ബാധിച്ചു. അതുകൊണ്ട് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് ഇനി നമുക്കൊരു ഒരു ഒരു പുനരുത്ഥാനം സാധ്യമാണോ റഷീദ് സർ? സമാന്തര സ്ഥാപനങ്ങൾ, കേരളത്തിലെ ഏറ്റവും വലിയ സമാന്തര കോളേജ് ഇപ്പൊ കണ്ണൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. കോളേജ് ഓഫ് കോമേഴ്സ്, 7000 കുട്ടികൾ. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി തന്നെ താങ്കൾക്കറിയാം, തലശ്ശേരി ക്രൈസ്റ്റ്, പണ്ട് ചൂര്യചന്ദ്ര മാഷ് തുടങ്ങിയ ക്രൈസ്റ്റിൽ ഇപ്പൊ 3000-ലധികം കുട്ടികൾ. ഇനി രണ്ടാമത് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെയും ഭോപ്പാലിന്റെയും ആന്ധ്രയിലെ SVയുടെയും ഒക്കെ PGയുടെ കോഴ്സ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കേരളം മുഴുവനുണ്ട്. കുട്ടികൾ അവിടെ പോയി പരീക്ഷ എഴുതുന്നു, സമാന്തരമായിട്ട് അവരിവിടെ പഠിക്കുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സർക്കാർ പരിഹരിക്കാൻ പോകുന്നു എന്നറിയില്ല. പക്ഷെ നമ്മളെ കാര്യമായ പോയിന്റിലേക്ക് എന്നും വന്നിട്ടില്ല. ഞാനിത് തുടങ്ങാം. അതായത് ഇന്ത്യ മഹാരാജ്യത്ത് എയ്ഡഡ് സ്ഥാപനങ്ങളുള്ള ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. എയ്ഡഡ് സ്കൂളുകൾ, എയ്ഡഡ് കോളേജുകൾ ഇന്ത്യ മഹാരാജ്യത്ത് മാനേജ്മെന്റ് പണം വാങ്ങുകയും സർക്കാർ സാലറി കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരേ ഒരു സ്റ്റേറ്റ് കേരളം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എഴുതിയ അനേകം ലേഖനങ്ങൾ. മറ്റ് സ്റ്റേറ്റിന് പുറത്ത് ഈതർ പ്രൈവറ്റ് ഓർ ഗവൺമെന്റ്. ഇപ്പം വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ നമ്പർ 1 ആണെന്ന് പറയും. അവിടുത്തെ പൈസ UGC അല്ല കൊടുക്കുന്നത്, മാനേജ്മെന്റ് ആണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് പറഞ്ഞോളൂ. ഇവിടുത്തെ എയ്ഡഡ് കോളേജുകൾ ആരെ കയ്യിലാ ഉള്ളത്? മുസ്ലിം, ക്രിസ്ത്യൻ, SNDP, NSS. ഒരു ഷോക്കിംഗ് ആയ കാര്യം കൂടി പറയാം. ഷോക്കിംഗ് ആയ കാര്യം കൂടി പറയാം. ഒരു DO അല്ലെങ്കിൽ DDA, എത്ര പ്രശസ്തമായ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും DDA DO എടുക്കാറില്ല. എയ്ഡഡ് സ്കൂളിൽ നിന്നാണെങ്കിൽ അയാൾ പരീക്ഷ എഴുതിയണം. ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് സീനിയോറിറ്റി അനുസരിച്ചാണ് DA അല്ലെങ്കിൽ DDA എടുക്കാറ്. അതേപോലെ ഹയർ സെക്കൻഡറി ഡയറക്ടറെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറികളിൽ നിന്ന് മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ കാലങ്ങളായിട്ട് എയ്ഡഡ് കോളേജിൽ വൈസ് ചാൻസലർമാർ നിയമിക്കാറുണ്ട്. കറക്റ്റാ സാർ. ഈ പറയുന്ന ഈ വിവേചനം നിലനിൽക്കുന്നുണ്ട്. ഈ എയ്ഡഡ് കോളേജുകളുടെ, എയ്ഡഡ് സ്കൂളുകളിലെ, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വലിയൊരു മാഫിയ കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. ഒരു ഗവൺമെന്റിന് അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഈ പാതകം തുടങ്ങിയത് യഥാർത്ഥത്തിൽ മുണ്ടശ്ശേരി മാഷ വിദ്യാഭ്യാസ ബില്ല് തൊട്ടാണ്. സ്കൂളുകളിൽ ഈ മാനേജർമാർക്ക് നിയമിക്കാനും സർക്കാരിന് ശമ്പളം കൊടുക്കാനുള്ള ബാധ്യത വന്നത് അന്നു മുതലാണ്. അതുകൊണ്ട് അധ്യാപകർ സമയത്തിന് ശമ്പളം കിട്ടാൻ തുടങ്ങി. അതേ സമയത്ത് തന്നെ അധ്യാപകരുടെ ദുരിതം അവസാനിച്ചപ്പോൾ മാനേജർമാർക്ക് ഇഷ്ടം പോലെ കോഴ വാങ്ങിയിട്ട് സർക്കാരിന്റെ ശമ്പളം കൊടുക്കുന്ന അധ്യാപകരെ നിയമിക്കാനും പറ്റി. ഒരേ സമയം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ കച്ചവടം ആരംഭിക്കുന്ന അവിടെയാണ്. പക്ഷേ ഇത് കോളേജുകളിലേക്ക് വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് C അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. EMS ജോസഫ് മുണ്ടശ്ശേരിയും ചേർന്ന് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിന്റെ ഒരു കോളേജ് വൽക്കരണം അല്ലെങ്കിൽ കോളേജിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് അച്യുതമേനോന്റെ കാലത്താണ്. ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം സർക്കാർ നിയമിക്കുന്ന ഈ സർക്കാർ ശമ്പളം കൊടുക്കുന്ന രാജ്യത്തെ എല്ലാ ജീവനക്കാർക്കും, അത് ഹൈസ്കൂൾ അധ്യാപകരോ കോളേജ് അധ്യാപകരോ ആരാവട്ടെ, അധ്യാപകർ ഉൾപ്പെടെ ആർക്കും നിയമിക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണെങ്കിൽ നിയമിക്കുന്നതും സർക്കാരായിരിക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവരാനുള്ള വിപ്ലവകരമായ പരിശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കേണ്ടത്. അത് എനിക്ക് മനസ്സിലാവുന്നു. രണ്ടാമത്തെ ഒരു കാര്യം ആണ് സാർ ഊന്നി പറയേണ്ടത്. എനിക്ക് തോന്നുന്നു സാർ ഊന്നേണ്ടതും ഏറ്റവും വലിയ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു സങ്കടവും അതാണ്. അൺഎയ്ഡഡ് കോളേജിലെ, അതുപോലെ അൺഎയ്ഡഡ് കോളേജ്, അൺഎയ്ഡഡ് സ്കൂൾ, ഈ പറയുന്ന സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ, ഇത്തരം സ്ഥാപനങ്ങളിൽ മിനിമം വേതനം പോലും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ട് രണ്ട് സമാന്തരമായ സമരങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒന്ന്, എയ്ഡഡ് സ്കൂളുകളിൽ സാറ് പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആ പ്രതിഭാസം. അത് നമ്മുടെ ചരിത്രപരമായി ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ തിന്മയാണ്, സാമൂഹ്യ തിന്മയാണ്. അതിന് പരിഹാരം ഈ എയ്ഡഡ് സ്കൂളുകളിലെ നിയമനം സർക്കാരിന് വിടുക, PSCക്ക് വിടുക. അപ്പൊ സംവരണം ഉൾപ്പെടെ അനുവദിച്ചു കിട്ടും. ഇപ്പൊ അത് അനുവദിക്കുന്നില്ല, അത് പാലിക്കപ്പെടുന്നില്ല. സമാന്തരമായി ചെയ്യേണ്ട മറ്റൊരു സമരം, നമ്മുടെ നേഴ്സുമാർക്ക് പോലും അവർ കോടതിയിൽ പോയി നിരന്തരമായ സമരം ചെയ്തും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ നേഴ്സുമാർക്ക് പോലും മിനിമം വേതനം നിശ്ചയിക്കപ്പെട്ടു.
കേരളത്തിൽ ഇപ്പോഴും നിശ്ചയിക്കപ്പെടാത്തത്, മിനിമം വേതനം നിശ്ചയിക്കപ്പെടാത്തത് അൺഎയ്ഡഡ് സ്കൂൾ, അൺഎയ്ഡഡ് കോളേജ്, സെൽഫ് ഫൈനാൻസിങ് കോളേജ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന പാവങ്ങളായ വലിയ യോഗ്യതയുള്ള കഠിനാധ്വാനം ചെയ്യുന്ന അധ്യാപകർക്കാണ്. ആ വിഷയം നമുക്ക് എങ്ങനെ ഏറ്റെടുക്കാനാവും എന്നുകൂടി പറഞ്ഞാൽ ഈ ചാപ്റ്റർ തൽക്കാലം നമുക്ക് സമയക്കുറവുകൊണ്ട് അവസാനിപ്പിക്കാം സാർ. അല്ല, ഇതില് ഒരിക്കലും ഒരാളോട് ഏത് വിദ്യാഭ്യാസ വിദഗ്ധനോട് പറഞ്ഞാലും അയാൾ അത് സമ്മതിച്ചു തരില്ല, അയാൾ അത് കേട്ടിട്ടുണ്ടാവില്ല. ആ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ നിലംപതിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അന്ന് മൻമോഹൻ സിംഗ് ആയിരുന്നല്ലോ കേന്ദ്രത്തിൽ PM ആയിരുന്നത്, ആ ഘട്ടത്തിൽ നമ്മുടെ അബ്ദുറബ്ബായിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. കേരളത്തില് അങ്ങേയറ്റം നീചമായ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചു. അതായത് മലബാറിൽ 36-ലധികം അറബിക് കോളേജുകളിൽ ഇത് അൺഎയ്ഡഡ് ആയി തുടങ്ങിയതാണ്. പിന്നീട് ET മുഹമ്മദ് ബഷീറിന്റെ കാലത്ത് എയ്ഡഡ് ആക്കി. ഇവരെ നിരന്തരമായി ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നു. കേരളത്തിൽ UGC ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അധ്യാപകന്റെ ക്വാളിഫിക്കേഷൻ ഇന്ത്യയിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 50% മാത്രമായിരുന്നു. അതായത് കേരളത്തിൽ നിന്ന്, കാലിക്കറ്റ് നിന്നോ കേരളത്തിൽ നിന്നോ 50 കിട്ടാത്ത ആളുകൾ നോർത്ത് ഇന്ത്യയിൽ പോയി 50 വാങ്ങി ഇവിടെ പൈസ കൊടുത്ത് ആ ലെക്ചേഴ്സ് ആയിട്ട് ചേർന്ന ധാരാളം പേരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മലബാറിലെ 36 അറബി കോളേജുകൾ, മലപ്പുറത്ത് നമ്മുടെ അരീക്കോടുള്ള സുല്ലമി അടക്കമുള്ള അവിടെ PG സെക്കൻഡ് ക്ലാസ് ഉള്ള അഫ്സൽ ഉലുമ, അത് ഡിഗ്രിക്ക് തുല്യമായിട്ട് ET മുഹമ്മദ് ബഷീർ അംഗീകരിച്ചു. പെട്ടെന്ന് ഇവർ അറബി MA എഴുതിയെടുത്തു. അങ്ങനെ 460ഓളം പേര് UGC പ്രഖ്യാപിച്ചു. മാതൃഭൂമി എന്ന് മുഖപ്രസംഗം എഴുതി. കാരണം നേരത്തെ അങ്ങനെയാണെങ്കിലും ഈ നോംസ് കംപ്ലീറ്റ് മാറി. ഈ ഒരു സാഹചര്യത്തിൽ ഇത് പാടില്ലായിരുന്നു എന്നും. കാരണം ഇവരൊക്കെ ഹൈസ്കൂളിന്റെയും ഹയർ സെക്കൻഡറിന്റെയും പൈസ വാങ്ങുന്നവരാണ്. പക്ഷെ ഇവര് ഡൽഹിയുമായിട്ട് ഇടപെട്ടു. UGCന്റെ നോംസ് പോലും തകിടം മറിച്ചുകൊണ്ടാണ് അത് പാസ്സാക്കിയതിന് ശേഷമാണ് ഉമ്മൻചാണ്ടിയുടെ പതനമൊക്കെ ഉണ്ടായത്. ഇത് ബേബിയുടെ കാലത്ത് ഉയർന്നു വന്നപ്പോൾ ബേബി തട്ടിക്കളഞ്ഞതാണിത്. ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ അറബിക് കോളേജുകളിൽ പോലും ഇപ്പോ UGC സ്കെയില് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അറബിക് കോളേജുകളിൽ എല്ലാവിടെയും ഇല്ല. അതായത് കണ്ണൂർ ജില്ലയിലെ 7-8 കോളേജുകളുണ്ട്, കോഴിക്കോടുണ്ട്. 36 അറബിക് കോളേജുകളിൽ ഉമ്മൻചാണ്ടി, അതായത് അബ്ദുൾ റബ്ബിന്റെ അവസാന ഫേസിലാണ് ഇത് കൊടുത്തത്. പലരും കോടതിയിൽ പോയിട്ടുണ്ട്. പിന്നെ എന്തായി എന്നറിയില്ല. അപ്പൊ രാഷ്ട്രീയ ശക്തികൾ വിചാരിച്ചാൽ എന്തും നേടാം എന്നുള്ളതിനൊരു തെളിവല്ലേ? തീർച്ചയായിട്ടും സാറിന് അടുത്ത കാലത്തുണ്ടായിരുന്ന ഒരു വിവാദം പോലും നമുക്ക് നോക്കാം. പ്രിയ വർഗീസ് എന്ന കുട്ടി എന്ന അധ്യാപിക എയ്ഡഡ് കോളേജ് അധ്യാപികയാണല്ലോ. പ്രിയ വർഗീസിനെതിരായിട്ട് കേസ് കൊടുത്തത് ചങ്ങനാശ്ശേരി SP, അതും എയ്ഡഡ് ആണല്ലോ. അപ്പൊ ഈ എയ്ഡഡുകാരെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഗവൺമെന്റ് കോളേജുകളിൽ നിന്ന് തലശ്ശേരി ബ്രണ്ണനോ കണ്ണൂർ വിമൻസ് കോളേജിൽ നിന്നോ കോഴിക്കോട് ആർട്സിനോ സീനിയോറിറ്റി നോക്കി ഒരാളെ കണ്ണൂരേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പൊ ഈ ഗവൺമെന്റ് എയ്ഡഡുകാരുടെ ഭാഗത്താണോ? സാർ ഉന്നയിക്കുന്ന സുപ്രധാനമായ വിഷയങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് പുറമെ 2 കാര്യങ്ങൾക്ക് പുറമെ, ഒന്ന്, സർക്കാർ ശമ്പളം വാങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളിലും, അത് സ്കൂളുകളിലും കോളേജുകളിലായാലും നിയമിക്കുന്നത് സർക്കാരാവണം. ആവശ്യമായ സംവരണം ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, നമ്മുടെ സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടി നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ഒരു മിനിമം വേതനം, ഏറ്റവും ചുരുങ്ങിയത് മിനിമം വേതനം, ജീവിക്കാൻ ആവശ്യമായ മിനിമം വേതനം അടിയന്തരമായി സർക്കാർ നിശ്ചയിച്ചു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം സാറ് സൂചിപ്പിച്ചു, നമ്മുടെ VC-മാരായിട്ട് പോലും പലപ്പോഴും എയ്ഡഡ് കോളേജ് അധ്യാപകരെ പരിഗണിക്കുന്നു. അത് അവസാനിപ്പിക്കേണ്ടതല്ലേ? നാലാമത്തെ കാര്യമാണ് ഒടുവിൽ സാറ് സൂചിപ്പിച്ചത്, നമ്മുടെ യൂണിവേഴ്സിറ്റി അധ്യാപകരായി നിയമിക്കപ്പെടുന്നവർ ഒരു കാരണവശാലും അൺഎയ്ഡഡ്, സെൽഫ് ഫൈനാൻസിങ്, എയ്ഡഡ് മേഖലയിൽ നിന്നായിക്കൂടാ. അത് സമ്പൂർണമായും ഗവൺമെന്റ് കോളേജുകളിൽ നിന്നായിരിക്കണം എന്നല്ലേ സാർ അവസാനമായി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം? ആണ്. ഇനി കേരളത്തിൽ ആരും ഡിസ്കസ് ചെയ്യാതൊരു പോയിന്റ് ഉണ്ട്. ഇന്ത്യയിൽ 17 സംസ്ഥാനങ്ങളിൽ UGC കൊടുത്തു. ഈ 17 സംസ്ഥാനങ്ങളിലും മറ്റ് ജീവനക്കാർക്ക് കേന്ദ്ര നിരക്ക് കൊടുത്തിരിക്കണം ഇതിന്റെ ഭാഗമായിട്ട്. ഒന്ന്. രണ്ടാമത്തത്, ബ്രണ്ണൻ കോളേജിലെ ഓഫീസ് സ്റ്റാഫ് വാങ്ങുന്നത് കേരളത്തിന്റെ പേയ്മെന്റ് ആണ്. ലെക്ചേഴ്സ് വാങ്ങുന്ന കേന്ദ്രത്തിന്റെ പേയ്മെന്റും, മാഹി കോളേജിലെ അധ്യാപകൻ വാങ്ങുന്നത് കേന്ദ്രത്തിന്റെ പേയ്മെന്റ്, അവിടുത്തെ ഓഫീസ് സ്റ്റാഫ് വാങ്ങുന്നതും കേന്ദ്രത്തിന്റെ പേയ്മെന്റ്. അങ്ങനെ ഒരു കഴിഞ്ഞ 30 വർഷമായി നമ്മുടെ
നമ്മുടെ 30 വർഷമായി നമ്മുടെ ഓഫീസ് സ്റ്റാഫ് കോളേജ് അധ്യാപകരെക്കാളും ക്വാളിഫിക്കേഷൻ ഉള്ളവർ. തീർച്ചയായും ഇനി കേരളത്തിലെ അത് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ UGC അധ്യാപകരിൽ, പ്രത്യേകിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട്, അയാൾ പൈങ്കിളി സീരിയലിൽ അഭിനയിക്കുമെങ്കിലും അയാൾ പറഞ്ഞത് വസ്തുത തന്നെയാണ്. എന്റെ കവിത പഠിപ്പിക്കാൻ യോഗ്യതയുള്ള ആ മലയാള അധ്യാപകർ യൂണിവേഴ്സിറ്റിയിലോ സ്കൂളുകളിലോ ഇല്ല. എനിക്ക് പരിചയമുള്ള റിട്ടയർഡായ കോളേജ് അധ്യാപകരിൽ 98% കച്ചവടത്തിലേക്കാണ് പോകുന്നത്. എന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയുടെ മകൻ കൊയിലാണ്ടി കോളേജിൽ നിന്ന് 6 കൊല്ലം മുമ്പ് ഹിന്ദി അധ്യാപകനായി റിട്ടയർ ചെയ്തു. BSc ഫിസിക്സ് ആയിരുന്നു. അയാൾ നോർത്ത് നിന്ന് MA എടുത്തു, ഭാഗ്യത്തിന് കോളേജിൽ കടന്നു. അങ്ങേര് ഇപ്പൊ തലശ്ശേരി ഒരു പെയിന്റ് കട നടത്തുന്നു. ഞാൻ ചോദിച്ചു, എല്ലാ മാഷേ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഹിന്ദി ജേർണൽ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തുകൂടെ? ഒരു കൊല്ലം 11 ലക്ഷം പെൻഷൻ വാങ്ങുന്ന നിങ്ങൾക്ക് ഇന്നത്തെ ഹിന്ദി എഴുത്തുകാരാരാണ് നോർത്തിൽ? എന്താണ് ഇന്നത്തെ ഹിന്ദി? നിങ്ങൾ നോർത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങേരും പറഞ്ഞു, ഞാൻ എങ്ങനെയോ ഇത് ഹിന്ദിയിൽ വന്ന് പെട്ടുപോയ ഒരാളാണ്, എനിക്ക് യാതൊരു ബന്ധവും ഹിന്ദി സാഹിത്യമായിട്ടില്ല. മലയാളം ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരിൽ 98%ഉം ആ ഭാഷ അറിയുന്നവരോ സാഹിത്യം അറിയുന്നവരോ. ഇവർ പിന്നെ കുട്ടികളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്ന UGC ശമ്പളം വാങ്ങുന്ന കോളേജ് അധ്യാപകന്മാർ ആ വാങ്ങുന്ന പ്രതിഫലത്തിന്റെ മൂല്യത്തിന് തുല്യമായ ഒന്നും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും നമ്മുടെ ഭാവി തലമുറക്കും തിരിച്ചു കൊടുക്കാതെ ഈ വാങ്ങുന്ന പണത്തിന്റെ മൂലധന മൂല്യം മാത്രം പരിഗണിച്ച് അത് പുറത്ത് കച്ചവടത്തിൽ മുതലിറക്കി കച്ചവടക്കാരായി മാറുന്ന ഒരു ഗതികെട്ട കാലത്ത്, ലക്ഷണം കെട്ട കാലത്താണ് നമ്മൾ ഉള്ളത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ, വളരെ വളരെ സങ്കീർണമായ ഇത്തരം പ്രശ്നങ്ങൾ ആരും വേണ്ട വിധം പരിഗണിക്കാറില്ല. പൊതുജനം അത് വേണ്ട വിധം അറിഞ്ഞിട്ടില്ല. പൊതുജനത്തിന്റെ ശ്രദ്ധ ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് തിരിക്കാൻ റഷീദ് പാനൂരിനെ പോലെ ഇത് അനുഭവിച്ചറിഞ്ഞ, അനുഭവസ്ഥരായ, വേദനിക്കുന്ന അധ്യാപക പ്രമുഖർ തയ്യാറാവുന്നു എന്നതാണ് ഈ ഒരു ചർച്ചയുടെ പ്രാധാന്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. വല്ലതും ചേർത്ത് പറയാൻ ഒരു മെസ്സേജ് കൂടി വല്ലതും ഇതിനോട് ചേർത്ത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് സാറിന് അവസാനിപ്പിക്കാം. സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഈ അടുത്ത കാലത്തായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന ബിന്ദുവിന്റെ ഒക്കെ ഇംഗ്ലീഷ് ഏറെ ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെട്ടു. 12ാം ക്ലാസ് മാത്രം പഠിച്ച സ്വപ്ന സുരേഷിന്റെ ഇംഗ്ലീഷും ചർച്ച ചെയ്യപ്പെട്ടു. അപ്പൊ അക്കാഡമിക് ക്വാളിഫിക്കേഷനിൽ പ്രത്യേകിച്ച് ആർട്സ് വിഷയത്തിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നല്ലേ തെളിയിക്കുന്നത്. കേരളത്തിലെ ഏത് റെഗുലർ കോളേജിലും ഏത് സ്കൂളുകളിലും പോയാൽ മലയാളം ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് വായനയും അതോടൊപ്പം ആ ലേറ്റസ്റ്റ് ആയ പുസ്തകങ്ങളും വായിക്കുന്ന മലയാള അധ്യാപകരെക്കാൾ കൂടുതൽ മറ്റു സബ്ജക്ട് പഠിച്ചവരാണ്. കേരളത്തിൽ ഇംഗ്ലീഷ് ശശി തരൂരിനെ പോലെ, പഴയ അരങ്ങിൽ ശ്രീധരനെ പോലെ ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യുന്ന പലരും ഇംഗ്ലീഷ് മെയിൻ എടുത്തവരല്ല. അപ്പൊ UGC വന്നതുകൊണ്ട് അക്കാഡമിക് ആയിട്ട് MN വിജയ മാഷ് പറഞ്ഞതുപോലെ അഴീക്കോട് അത് ആവർത്തിച്ച് പറഞ്ഞു, പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും UGCക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ പിന്നെയും നല്ല നിലയിൽ പഠിക്കുന്നത് സമാന്തര കോളേജിൽ നിന്നാണ്. കാരണം അഹമ്മദ് മാഷ് സമാന്തര കോളേജിൽ MA മലയാളത്തിന് ക്ലാസ് എടുക്കാൻ പോയാൽ, ഞാൻ MA ഇംഗ്ലീഷിന് ക്ലാസ് എടുക്കാൻ പോയാൽ ഒരാഴ്ച കഴിയും കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യാൻ. ഒരാഴ്ച കഴിഞ്ഞാൽ കുട്ടികൾ പ്രിൻസിപ്പലോട് പറയും, നേരെ പറയും, മാഷേ നിങ്ങളെ ക്ലാസ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന്. ഉടനെ നമ്മൾ പുറത്തു പോകേണ്ടി വരും. ആ ഒരു ആറ്റിറ്റ്യൂഡ് റെഗുലറിലില്ല. റെഗുലറിൽ കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോകലല്ലാതെ ഇവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു രീതി വേണം. അതാണ് ഡോക്ടർ അനന്തമൂർത്തിയെ ഇതിന്റെ ഒരു ചെയർമാനായി ബേബി നിശ്ചയിച്ചിരുന്നു. കേരളത്തിൽ UGC എന്ത് ഫലമാണ് ഉണ്ടാക്കിയത്? അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിൽ താരതമ്യേന ഏഴെട്ടാണ് ഭേദം. ഗവൺമെന്റ് കോളേജിൽ ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജും ഈ മഹാരാജാസും ഒഴികെയുള്ള കോളേജുകളിൽ ഞാൻ നേരിട്ട് സന്ദർശിച്ചു. കാര്യമായ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. യെസ്, അനന്തമൂർത്തി സാറിന്റെ ഉൾപ്പെടെയുള്ള പഠനങ്ങൾ ഇപ്പോഴും നമ്മുടെ തട്ടിൻപുറത്ത്, നമ്മുടെ അലമാരകളിൽ ഉറങ്ങുമ്പോഴും ഇത്തരം റിപ്പോർട്ടുകൾ ഒന്നും അടിസ്ഥാനപരമായി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന നിരീക്ഷണത്തോടെ ഞാൻ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഡോക്ടർ റഷീദ് പാനൂരിന് ഞങ്ങൾ ABC നന്ദി പറയുന്നു. താങ്ക് യു സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.